കൊല്ലം അഷ്ടമുടിക്കായലിൽ ആവേശത്തുഴയെറിയാൻ ചുണ്ടന്മാരെത്തി. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഒന്നാം ഹീറ്റ്സിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ ഒന്നാമതെത്തി. രണ്ടാം ഹീറ്റ്സിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ആദ്യമെത്തിയിരിക്കുന്നു. മൂന്നാം ഹീറ്റ്സിൽ നിരണം ചുണ്ടനാണ് ഒന്നാമത്. ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളും പൂർത്തിയായി. അല്പസമയത്തിനകം ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിക്കും. ദിലീപ് ദേവസ്യ വീണ്ടും ആവേശത്തോടെ വള്ളപ്പാടകലെ ആര് മുന്നിലെത്തുമെന്നറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. സ്ഥലത്തെ ഹീറോസ് തന്നെയാണ് വിവിധ ഹീറ്റ്സുകളിൽ ഒന്നാമതെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആവേശം കൂടുമല്ലേ ദിലീപ്? തീർച്ചയായിട്ടും സുജിയ, അഷ്ടമുടിക്കായലിലെ ഓളപ്പരപ്പുകളിൽ നിന്ന് തീ പാറിച്ചുകൊണ്ടുള്ള മത്സരങ്ങളാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഫൈനൽ മത്സരങ്ങൾ തുടങ്ങുകയാണ്. അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് വലിയ തോതിലുള്ള ആൾക്കൂട്ടം എത്തിയിരിക്കുന്ന കാഴ്ചക്കാരായിട്ട് എത്തിയിരിക്കുന്ന. പ്രസിഡന്റ്സ് ട്രോഫിയുടെ മത്സരം ഇന്ന് വൈകിട്ട് 3 മണിയോട് കൂടിയായിരുന്നു ആരംഭിച്ചിരുന്നത്. ആദ്യ മത്സരത്തിൽ കാരിച്ചാൽ ചുണ്ടൻ പുന്നമട ബോട്ട് ക്ലബ്ബ് നടത്തുന്ന കാരിച്ചാൽ ചുണ്ടനായിരുന്നു ആദ്യം വിജയിച്ചത്. പിന്നീട് എത്തിയത് വിയപുരം ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടനാണ്. മൂന്നാമത് നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ വള്ളമായിരുന്നു. ഇനിയിപ്പോൾ നടക്കുന്നത് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലാണ്. അവിടെ തുഴയെറിഞ്ഞുകൊണ്ട് 1100 മീറ്റർ ദൂരത്ത് നിന്നാണ് ചുണ്ടൻ വള്ളങ്ങൾ ചുണ്ടൻ തുഴഞ്ഞുകൊണ്ട് ഇവിടെ എത്തുന്നത്. നിരവധി പേർ നേരത്തെ തന്നെ ഇവിടെ ഈ മത്സരം കാണുന്നതിനായിട്ടുള്ള ഒരു വലിയ ആൾക്കൂട്ടം ഇവിടെ എത്തിയിരുന്നു. നേരത്തെ നമ്മൾ പറയുന്നത് ഓലയിൽ കടവ് പാലമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ പാലത്തിൻ്റെ മുകളിൽ നിന്നടക്കം വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ ഈ മത്സരം കാണുന്നതിന് കൊല്ലത്തേക്ക് എത്തിയിരുന്നു. ഇന്ന് മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പതാക ഉയർത്തിയത്. കൊല്ലത്തിൻ്റെ മേയർ പ്രസന്ന ഏണസ്റ്റാണ്. അതോടൊപ്പം തന്നെ കൊല്ലം MP NK പ്രേമചന്ദ്രൻ, മുകേഷ് MLA, നൌഷാദ് MLA തുടങ്ങിയവരെല്ലാവരും തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. നിരവധി ജലപ്രേമികൾ, അതായത് വള്ളംകളി പ്രേമികൾ എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ അതേ ബോട്ട് ക്ലബ്ബുകൾ തന്നെ ഇവിടെയും മാറ്റുരയ്ക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നമുക്ക് ആളുകൾ ചേട്ടാ, ബോട്ട് മത്സരം ഇഷ്ടമാണോ? വള്ളംകളി മത്സരം ഇഷ്ടമാണോ? കാണാൻ വന്നതാണോ? എവിടുന്ന് വന്നതാ? ചവറേന്ന്. ഏത് ക്ലബ്ബ് ജയിക്കും ചേട്ടാ? ഏത് ക്ലബിൻ്റെ ആളാ? ഏത് ജയിക്കും? ചേച്ചി, വള്ളംകളി ഇഷ്ടമാണോ? ചേച്ചിക്ക് ഇഷ്ടമാണോ? ഏത് ക്ലബ്ബാ ജയിക്കേണ്ടത്? അറിയത്തില്ല. ജയിക്കുന്നവരൊപ്പം കൈയടിക്കും. അതെ ചേട്ടാ, വള്ളംകളി ദിലീപിന് എന്ത് തോന്നുന്നു? ദിലീപ് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. ദിലീപ് കാരിച്ചാലായിരിക്കുമോ അതോ വിയപുരം ആയിരിക്കുമോ ഒന്നാമത്? ഞാൻ കാരിച്ചാൽ ചുണ്ടനൊപ്പമാണ് സുജിയ. നമുക്ക് നേരത്തെയും കാരിച്ചാൽ ചുണ്ടനൊപ്പം നിന്ന് നമ്മുടെ ആലപ്പുഴയിലടക്കം നെഹ്റു ശരി, ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്ത് വരുമ്പോൾ കാരിച്ചാൽ ജയിക്കുമോ അതോ വിയപുരം അതിന് പകരം വീട്ടുമോ എന്നത് നമുക്ക് അറിയണം. എന്തായാലും ഫൈനൽ മത്സരം തുടങ്ങാൻ പോവുകയാണോ ദിലീപ്? സുധിയ, ഫൈനൽ മത്സരം തുടങ്ങാൻ പോകും. ഇപ്പോഴത്തെ ലൂസേഴ്സ് ഫൈനലിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇതാ തുഴയെറിഞ്ഞുകൊണ്ട് 3 ചുണ്ടൻ വള്ളങ്ങൾ ലൂസേഴ്സ് ഫൈനലിൽ നിന്ന് ഫൈനലിലേക്ക് വരുമ്പോൾ നമുക്ക് തത്സമയം എത്താം. ദിലീപ് അവിടെ തന്നെ തുടരുക. ആവേശത്തുഴ ഉയർത്തി തന്നെ പിടിക്കുക. നമുക്ക് നോക്കാം.